കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോ കൊറിയർ വരുന്ന പെട്ടികളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യാറ്? ഞാനതൊന്നും കളയാറില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും യൂസ് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ എടുത്തു വെക്കാൻ സ്ഥലമില്ലാതെയപ്പോൾ അതിൽ നിന്ന് കുറച്ച് പെട്ടികൾ എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധനം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ കാണാട്ടോ. സംഭവം ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും കുറച്ചധികം ദിവസം പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഓരോ വാൾപേപ്പർ ഒട്ടിച്ച് വീഴുമ്പോഴും അടുത്തത് ഓർഡർ ചെയ്തിട്ട് വരാനുള്ള ടൈം എടുത്തിട്ടാണ് കുറച്ചധികം ദിവസം പിടിച്ചത്. ഈ ഒരു വലിയ പെട്ടി ഈ അടുത്ത് ഞങ്ങൾ വാട്ടർ ഫിൽറ്റർ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഈ ഒരു പെട്ടിയുടെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ ഫ്രണ്ട് ഭാഗത്ത് നേരെ താഴത്തേക്ക് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോറാക്കി മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാ പെട്ടി ഒന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡ്രോയർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 5 പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ പീസുകളിലും ഈ വാൾപേപ്പർ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആ കാർഡ്ബോർഡ് പെട്ടിയുടെ ഉൾഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം പിന്നെ വൈറ്റിൽ ചെറിയ ഗോൾഡൻ കളറിൽ വരുന്ന സ്ട്രൈപ്സ് പോലെയൊക്കെ ആയിട്ടുള്ള ഡിസൈനിലുള്ളതാണ്. ബാക്കിയുള്ള പുറം ഭാഗത്തും അതുപോലെ ഡോറിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഇത് ഒട്ടിക്കുന്ന സമയത്താണ് അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കുക. എന്നിട്ട് പിന്നെ പറക്കിലും ഒട്ടിക്കലൊക്കെ ആയിട്ട് ഒരുവിധം കഷ്ടിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാർട്ടീഷൻ പോലെ ചെയ്യാനായിട്ട് ഓരോ പീസ് കാർഡ്ബോർഡിലും ഇതേപോലെ തന്നെ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗത്തായിട്ട്, അതായത് പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് നമ്മുടെ ആ ഡിസൈൻ ഉള്ളതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിയിലത്തെ വലിപ്പം പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അതിൻ്റെ മുകളിൽ ആ ഡിസൈനുള്ള പേപ്പറൊന്ന് കവർ ചെയ്തെടുത്തിട്ട് അതും വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് മാതിരി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടല്ലോ, അതും 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഇത് നിലത്ത് മുട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഈ ഡോറ് കറക്റ്റായിട്ട് അടയണില്ല, അതിനെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ വെൽക്രോ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അടയ്ക്കുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് അടയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അതും വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറം ഭാഗത്തായിട്ട് ഇത് പഴയൊരു ടോർച്ചിൻ്റെ മുകളിലുള്ള ആ ഭാഗമാണ് കേട്ടോ. നൈനുക്കുട്ടിയുടെ കളിക്കണ ടോർച്ചായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോകുന്നപ്പോൾ അത് ഞാൻ അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ എലാസ്റ്റിക്കും കൂടി വെച്ചിട്ട് ആ വാൾപേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വേറൊരു 2 കാർഡ്ബോർഡിൻ്റെ പെട്ടി എടുത്തിട്ട് ഇതേപോലെ ആ വൈറ്റ് വാൾപേപ്പറൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സെക്ഷനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കാർഡ്ബോർഡിൻ്റെ പെട്ടിയാണ് അങ്ങനെ വെച്ച് ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ കാർഡ്ബോർഡിൻ്റെ മുകളിൽ, പെട്ടിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഡിസൈനുള്ള വാൾപേപ്പറും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പർ ആണെങ്കിൽ ഒരു സൈഡ് ഒട്ടിക്കുമ്പോൾ മറ്റേ സൈഡ് ഒരു ചുളിവ് വരും. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചുളിവുകളും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഡോറിൻ്റെ കാര്യത്തിലാണ് കുറച്ചധികം മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കണില്ല. അത് ആ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.